അഖിലേച്ചി എന്താ പരിപാടി? സദൂല പല്ലടാ ചിക്കി ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് സദാക്ഷിന്റെ പല്ലടയാക്കാൻ വേണ്ടിട്ട് പോകുന്നു. ഈ പല്ലട എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയുവാ? എനക്കും അറിയില്ല. എന്നാലും നമ്മൾ കുറെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പല്ലടയാക്കാൻ വേണ്ടി പോകുന്നത്. പല്ലട എന്ന് പറയുമ്പോൾ ഈ പിള്ളേർക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ എന്തോ അട ചൂടുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഇന്ന് എന്തായാലും അടയൊന്നും ചൂടാൻ പോകുന്നില്ല. അത് കുറച്ച് പണിയുള്ള പണിയായതുകൊണ്ട് നമ്മൾ ഏതായാലും വീഡിയോയിലെല്ലാം കാണുന്ന പോലെ നമ്മളെ കൈമിലുള്ള സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് കുഞ്ഞിനെ ഞങ്ങൾ ഇളക്കി വിടും. കുഞ്ഞി ഏതാണോ പോയി എടുക്കുന്നത് അവർക്ക് ആ കാര്യത്തിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് ആരും അനുകരിക്കാനൊന്നും പോയേക്കല്ലേ. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. പല്ലട എന്ന് പറഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ് ശരിക്കും. പിന്നെ കണ്ണൂർ ഭാഗത്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പഴയങ്ങാടി ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ. എന്നാലും വീഡിയോയിലെല്ലാം കണ്ടിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മളെ കുഞ്ഞിക്കും പല്ലട വെക്കണം എന്നാന്ന് സംഭവം, അല്ലെങ്കിൽ അവളെന്നാ എടുക്കുന്നെല്ലാം കാണണം എന്നില്ലൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ വിളക്കെല്ലാം കത്തിച്ചിട്ട് അങ്ങനെയെല്ലാം ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വിളക്കൊന്നും കത്തിച്ചിട്ടില്ലേ. സദൂട്ടിക്ക് പല്ല് വന്നത് മുതൽ ഞാനും ശ്രേയും പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പല്ലട. പക്ഷെ തിരക്കുള്ള രണ്ട് മനുഷ്യന്മാരായതുകൊണ്ട് നമുക്കൊരിക്കലും സമയം കിട്ടലില്ല. പക്ഷെ ഇനിയും നമ്മൾ ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സദാശിക്ക് 32 പല്ലും വരുന്നില്ല തിരിച്ചറിവിലാണ് നമ്മൾ പിന്നെ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഈ പരിപാടി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചത്. എന്റെ പൊന്നെ, ഇത് എഴുതാൻ ഞാൻ പെട്ട പാട്. അരിപ്പൊടിയും മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടിയും എല്ലാ പൊടിയും കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണിത്. ഇലയിൽ എഴുതി കളിച്ചാൽ മാത്രം മതിയാ. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സദാക്ഷിയല്ലേ. അപ്പോൾ ഓളെ ഒരുക്കണ്ടേ. എന്റെ പടച്ചോനെ, പിന്നെ ഒരു യുദ്ധമായിരുന്നു. എങ്ങനെയല്ലോ കുപ്പായി ഇട്ട് കൊടുത്ത് ചൊട്ടയും വെച്ച് ഒരുക്കിയിട്ട് സദുവിനെ എടുത്തിട്ട് വന്നു. പ്രീ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ബക്കറ്റ് വരെ എടുത്ത് മാറ്റാൻ മറന്നുപോയിനേനും. പിന്നെ ആ സൈഡത്തെ സോഫേന്റെ കാര്യം പറയണ്ടല്ലോ, അതിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വാരിക്കൂട്ടിയിടല്. അതിപ്പോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ ലാസ്റ്റ് ആ സുവർണ നിമിഷത്തിലെത്തി. എൻ്റെ ഈ ശ്യാമേട്ടൻ്റെ മോളായതുകൊണ്ട് തന്നെ തിന്നുന്ന സാധനം എന്തെങ്കിലും എടുക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഓളെൻ്റെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പം എന്നാന്ന് എടുത്തിട്ടുണ്ടായിനി. പോരാത്തതിന് പൈസ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യം പെണ്ണെടുത്തോണ്ട് തന്നെ നല്ലോണം എഴുതാനോ അല്ലെങ്കിൽ നല്ലോണം പഠിക്കാനോ എല്ലാം കഴിവുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം. ചിലപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ആധാർ എഴുത്ത് ഓഫീസിലെങ്ങാനും പണി കിട്ടുമായിരിക്കും. അങ്ങനെ എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെ താല്പര്യം എന്നറിയാൻ വേണ്ടി നമ്മൾ പിന്നെയും ഓളെ ഇറക്കി വിട്ട്. എൻ്റെ മോളായതുകൊണ്ട് പറയുന്നില്ല, നമ്മൾ ഞെട്ടിപ്പോയി. ആടെ നിരത്തി വെച്ച സകലമാന സാധനങ്ങളിലും കേറി മേഞ്ഞു എൻ്റെ മോള്. ആ ലാസ്റ്റ് ആ സ്പൂൺ എടുത്തങ്ങ് പൊന്തിച്ച്. ഭാഗ്യം, അച്ഛനെ പോലെ കുക്കിങ്ങിലെല്ലാം താല്പര്യമില്ല കുഞ്ഞാൻ തോന്നുന്നു.